ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് കെ.ടി. ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധന മൂന്നാം ദിവസവും തുടരുകയാണ്. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിക്കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികളുടെ പരിശോധനയാണ് ഇന്നും പ്രധാനമായും നടക്കുക. പത്തനംതിട്ട നേവി ജയശങ്കർ തത്സമയം ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. പറയൂ ജയശങ്കർ, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. ഈ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ മല കയറുമ്പോൾ ശനി ഞായർ ദിവസങ്ങൾ കൊണ്ട് ഈ പരിശോധനകൾ പൂർണ്ണമായി പൂർത്തിയാക്കി പമ്പയിലേക്ക് തിരിച്ചിറങ്ങണമെന്നൊരു പദ്ധതിയുമായാണ് പോയത്. പക്ഷേ ഈ പരിശോധനകൾ അനന്തമായി നീളുന്നു എന്നാണ് സന്നിധാനത്ത് നിന്ന് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ ജസ്റ്റിസ് കെ.ടി. ശങ്കറിൻ്റെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചു. പക്ഷേ അതിൻ്റെ പരിശോധന ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി അതിൻ്റെ അളവും തൂക്കവും ഒക്കെ മഹസറും രേഖകളൊക്കെ പരിശോധിച്ച് വിശദമായി ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ രേഖപ്പെടുത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിലെ പരിശോധന ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ നടത്തുക. ഈ ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ സ്ട്രോങ് റൂം ഉള്ളത് ആറന്മുളയിലാണ്. ആ സ്ട്രോങ് റൂമിൻ്റെ പരിശോധന ദിവസങ്ങളോളം നീളാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ രേഖകൾ പരിശോധിച്ച് മഹസറുകൾ പരിശോധിച്ച് അളവ് തൂക്കങ്ങളൊക്കെ ശരിയാണോ, അവിടെയുള്ള സാധനങ്ങളൊക്കെ യഥാർത്ഥമായതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട്. എന്തായാലും അതിവേഗത്തിലാണ് ജസ്റ്റിസ് കെ.ടി. ശങ്കറിൻ്റെ പരിശോധന പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ സന്നിധാനത്ത് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തുന്നതിനിടയിൽ തന്നെയാണ് SIT സംഘം സന്നിധാനത്തേക്ക് എത്തുന്നത്. SIT സംഘം ഈ 2019 ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം വിജിലൻസിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റാൻ സാധിക്കാത്തതിനാൽ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇന്നലെ എത്തി കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായി. അവർ ഏറെ നേരം സന്നിധാനത്ത് പരിശോധനയൊക്കെ നടത്തിയതിന് രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിയത്. ഈ ദ്വാരപാലക പാളികൾ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ പരിശോധിക്കുന്നതിനാൽ തന്നെ അങ്ങോട്ടേക്ക് ആ സംഘം പോയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്നവർ. എന്തായാലും ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ്റെ പരിശോധന തുടരുകയാണ്. സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധിയായി അഭിഭാഷകൻ സന്നിധാനത്തുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാകാൻ ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ മുന്നേ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ കേസിലൊക്കെ പ്രതിയായ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ വഴിക്ക് വന്നിട്ടില്ല. ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ്റെ പരിശോധന അത് ഏറെ നിർണായകമാണ്. ആ പരിശോധനകളൊക്കെ പൂർത്തിയാക്കി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുമ്പോഴായിരിക്കും ഇനി ഏതെങ്കിലും തരത്തിൽ കൂടുതൽ കൃത്രിമം, ഈ അളവിലെ വ്യത്യാസം, മറ്റേതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് പണികളൊക്കെ സന്നിധാനത്ത് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. എസ്.കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.